സ്റ്റഡി അബ്രോഡ് സ്വപ്നം കാണുന്ന എല്ലാവരുടെയും ഒരു ഡ്രീം സ്റ്റഡി ഡെസ്റ്റിനേഷനാണ് അയർലൻഡ്. എന്നാൽ ഈ അയർലൻഡിൽ എങ്ങനെ ഒരു സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു വെസ്റ്റ്മോണ്ട് സ്റ്റഡി അബ്രോഡ്. സ്റ്റെപ്പ് 1, ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് വിസ റിക്വയർഡ്. ഏത് ടൈപ്പ് വിസയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം തീരുമാനിക്കും. 90 ഡേയ്സിന് മുകളിൽ അയർലൻഡിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു നോൺ EU/EEA സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കിൽ ലോങ് സ്റ്റേ ഡി വിസയ്ക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 2, ഗ്യാദർ റിക്വയർഡ് ഡോക്യുമെന്റ്സ്. നിങ്ങൾ അത്യാവശ്യമായി കയ്യിൽ വെച്ചിരിക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിസ അപ്ലിക്കേഷൻ ഫോം. AVATS-ലൂടെ ഓൺലൈൻ വിസ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. വാലിഡ് പാസ്പോർട്ട്. അറൈവലിന് ശേഷം 12 മാസം വാലിഡിറ്റി ഉള്ളതായിരിക്കണം നിങ്ങളുടെ പാസ്പോർട്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്, അതും ഐറിഷ് വിസ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ളത്. ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്. ഏതെങ്കിലും ഐറിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഫുൾ ടൈം എൻറോൾമെന്റ് ആയി എന്ന് കാണിക്കുന്ന ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ആയിരിക്കണം ഇത്. പ്രൂഫ് ഓഫ് സഫിഷ്യന്റ് ഫണ്ട്സ്. ഫസ്റ്റ് ഇയറിലേക്കുള്ള ലിവിംഗ് എക്സ്പെൻസ് കവർ ചെയ്യുന്ന 10,000 പൗണ്ട്സിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഹെൽത്ത് ഇൻഷുറൻസ്. സ്റ്റേ കവർ ചെയ്യുന്ന പ്രൈവറ്റ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, IELTS, TOEFL, PTE എന്നിവയുടെ എല്ലാം ഡീറ്റെയിൽസ്. പ്രീവിയസ് എഡ്യൂക്കേഷണൽ ആൻഡ് വർക്ക് എക്സ്പീരിയൻസ്. നിങ്ങളുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ്സ്, വർക്ക് എക്സ്പീരിയൻസ് ലെറ്റേഴ്സ് ഇതെല്ലാമാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. വിസ റിഫ്യൂസൽ ഹിസ്റ്ററി. വേറെ ഏതെങ്കിലും രാജ്യത്തേക്കുള്ള വിസ നിങ്ങൾക്ക് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഡീറ്റെയിൽസ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അഥവാ SOP. എന്തിന് നിങ്ങൾ അയർലൻഡ് ചൂസ് ചെയ്തു, നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്തത്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായി കാണിക്കുന്ന ഡോക്യുമെന്റ്സ്. സ്റ്റെപ്പ് 3, കംപ്ലീറ്റ് ദി ഓൺലൈൻ വിസ ആപ്ലിക്കേഷൻ ത്രൂ AVATS. ഓട്ടോമേറ്റഡ് വിസ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം അഥവാ AVATS-ന്റെ ഓൺലൈൻ പോർട്ടലിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക. AVATS സമ്മറി ഷീറ്റ് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ കൂടെ വെക്കുക. സ്റ്റെപ്പ് 4, പേ ദി വിസ ആപ്ലിക്കേഷൻ ഫീസ്. സിംഗിൾ എൻട്രി €60, മൾട്ടിപ്പിൾ എൻട്രി €100. പേയ്മെന്റ് മെത്തേഡ്സ് എല്ലാം തന്നെ ഐറിഷ് എംബസി ഓർ ആപ്ലിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്ന വിസ ഓഫീസ് ഇതെല്ലാം അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. സ്റ്റെപ്പ് 5, സബ്മിറ്റ് യുവർ അപ്ലിക്കേഷൻ ആൻഡ് ബയോമെട്രിക്. എല്ലാ ഡോക്യുമെന്റ്സും ഡെസിഗ്നേറ്റഡ് വിസ ആപ്ലിക്കേഷൻ സെന്ററിലോട്ടോ നിങ്ങളുടെ രാജ്യത്തുള്ള ഐറിഷ് എംബസിയിലോട്ടോ സബ്മിറ്റ് ചെയ്യണം. ഇത് കൂടാതെ അപ്ലിക്കൻസ് ഫിംഗർ പ്രിന്റ്സ്, ഫോട്ടോഗ്രാഫ്സ് പോലുള്ള ബയോമെട്രിക് ഇൻഫർമേഷനും സബ്മിറ്റ് ചെയ്യണം. സ്റ്റെപ്പ് 6, അറ്റൻഡ് ആൻഡ് ഇന്റർവ്യൂ ഇഫ് റിക്വയർഡ്. ഐറിഷ് എംബസി ചിലപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും നിങ്ങളുടെ കാരണങ്ങളും വെരിഫൈ ചെയ്യുന്നതിനായി ചിലപ്പോൾ ഇന്റർവ്യൂവിന് വിളിച്ചേക്കാം. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ്, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻസ്, നിങ്ങളുടെ ഫ്യൂച്ചർ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ആൻസർ മാത്രം ഉണ്ടായാൽ മതി. സ്റ്റെപ്പ് 7, ട്രാക്ക് യുവർ അപ്ലിക്കേഷൻ. ഐറിഷ് ഇമിഗ്രേഷൻ വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാവുന്നതാണ്. നോർമലി 6 to 8 വീക്സ് ആണ് നിങ്ങളുടെ വിസ പ്രോസസ് ചെയ്യാൻ എടുക്കുന്ന ടൈം. സ്റ്റെപ്പ് 8, റിസീവ് യുവർ വിസ ഡിസിഷൻ. അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ വിസ സ്റ്റിക്കർ ആക്യുറേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. റിജക്റ്റഡ് ആയാൽ റീസൺ റിവ്യൂ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാസത്തിനുള്ളിൽ അപ്പീലിന് കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടുമായിരിക്കും. സ്റ്റെപ്പ് 9, ട്രാവൽ ടു അയർലൻഡ്. പറക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കൺഫേം ചെയ്യും. പാസ്പോർട്ട് വിത്ത് വിസ സ്റ്റിക്കർ, കോളേജ് അക്സെപ്റ്റൻസ് ലെറ്റർ, പ്രൂഫ് ഓഫ് ട്യൂഷൻ പേയ്മെന്റ്, അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ആൻഡ് പ്രൂഫ് ഓഫ് ഫണ്ട്സ്. അറൈവലിന് ശേഷം ഈ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഫൈനൽ എൻട്രി അപ്രൂവലിന് വേണ്ടി ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. സ്റ്റെപ്പ് 10, രജിസ്റ്റർ വിത്ത് IRP. അയർലൻഡിലെത്തി 90 ദിവസത്തിനുള്ളിൽ ഗാർഡ നാഷണൽ ഇമിഗ്രേഷൻ ബ്യൂറോയിൽ നിങ്ങൾ IRP അഥവാ അയർലൻഡ് റെസിഡൻസ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ആൻഡ് അപ്ലിക്കേഷൻ ഫീസ് €300. ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അയർലൻഡ് സ്റ്റുഡന്റ് വിസ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഫോർ മോർ ഇൻഫർമേറ്റീവ് വീഡിയോസ് സബ്സ്ക്രൈബ്.